Good afternoon. Okay, class start ചെയ്യാം. Okay. Patient satisfaction surveyയുടെ മോഡലിന് മുമ്പായിട്ടാണ് നമുക്ക് എടുത്തത്. ഓക്കെ, എന്താണ് patient satisfaction survey എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാരഗ്രാഫുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? 6 underlying metrics which patient satisfaction have to be measured on. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? രോഗിയുടെ സാറ്റിസ്ഫാക്ഷൻ അളക്കാൻ വേണ്ടതായിട്ടുള്ള 6 അടിസ്ഥാന അളവുകൾ എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ ലഭിച്ചിട്ടുണ്ട്. അപ്പൊ എന്തിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതിന്റെ അത് അളക്കാനായിട്ടുള്ള അടിസ്ഥാന അളവുകൾ മെട്രിക്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നോക്കാം, ക്വാളിറ്റി ഓഫ് മെഡിക്കൽ കെയർ. ഹോസ്പിറ്റലിൽ വരുന്ന രോഗികൾക്ക് നല്ല രീതിയിൽ നിലവാരമുള്ള ക്വാളിറ്റി കെയർ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത്. ഇനി എന്താണ്? ഇന്റർപേഴ്സണൽ സ്കിൽസ് ഡിസ്പ്ലേഡ് ബൈ മെഡിക്കൽ പ്രൊഫഷണൽസ്. അതായത് എന്താണ് അവിടെ പറയുന്നത്? മെഡിക്കൽ പ്രൊഫഷണൽസിന് നല്ല കഴിവുള്ളവരാണോ? നമ്മളൊന്ന് പറഞ്ഞു കൊടുക്കട്ടോ. ഓക്കെ, അപ്പൊ എന്താണ്? നമ്മളായാലും ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോ നമ്മള് അവിടുത്തെ എന്താണ് ടെക്നിക്കൽസ്, അതുപോലെ തന്നെ സ്പെഷ്യലിസ്റ്റുകള്, ഡോക്ടേഴ്സിനൊക്കെ നോക്കിയിട്ട് അന്വേഷിച്ചിട്ടാണ് നമ്മൾ പോവാൻ അല്ലെ. അവർ നല്ല കഴിവുള്ളവരാണോ, രോഗത്തെ മാറ്റാൻ കഴിവുള്ളവരാണോ എന്നൊക്കെ നമ്മൾ അന്വേഷിച്ചിട്ടാണ് ഓരോ ഹോസ്പിറ്റലിൽ നമ്മള് ഇപ്പോ നമുക്കറിയാം പല എന്താണ് ഈ ഗൂഗിളിലൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിവ്യൂ ഒക്കെ നമുക്ക് കാണാൻ പറ്റും പല ഹോസ്പിറ്റലിലൊക്കെ അല്ലെ. അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ പോവാറ് അല്ലെ. ഓക്കെ, അപ്പൊ ഡോക്ടേഴ്സ് ഒക്കെ നല്ല കഴിവുള്ളവരാണോ എന്നുള്ളത് നോക്കിയിട്ട്. പിന്നെ എന്താണ്? ട്രാൻസ്പെറൻസി ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ കെയർ പ്രൊവൈഡർ ആൻഡ് പേഷ്യന്റ്. അതുപോലെ തന്നെ ഈ കെയർ പ്രൊവൈഡേഴ്സും പേഷ്യന്റ് തമ്മിലൊരു സുതാര്യം, ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുതാര്യമായൊരു കമ്മ്യൂണിക്കേഷൻ ബന്ധം വേണം അല്ലെ. കമ്മ്യൂണിക്കേറ്റീവ് റിലേഷൻഷിപ്പ്. ഇപ്പോ പേഷ്യന്റ് എന്ത് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടായാലും ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടായാലും നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ, ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു പോകണം കെയർ പ്രൊവൈഡേഴ്സും പേഷ്യന്റും തമ്മിൽ. പിന്നെ എന്താണ്? ഫിനാൻഷ്യൽ ആസ്പെക്ട് ഓഫ് കെയർ. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ആസ്പെക്ട് എന്ന് പറയുമ്പോൾ ചികിത്സയുടെ സാമ്പത്തിക വശങ്ങൾ അല്ലെ. നമ്മൾ ഒരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള സാധാരണക്കാരന് താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ ആയിരിക്കണം, നമ്മൾ ഒരു കോസ്റ്റ് ആയിരിക്കണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടത് അല്ലെ. അവർക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ചികിത്സ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം. പിന്നെ ആക്സസ് ടു ഡോക്ടേഴ്സ് ആൻഡ് അതർ മെഡിക്കൽ പ്രൊഫഷണൽസ്. ഇനി എന്താണ്? ഡോക്ടേഴ്സിലേക്കും അതുപോലെ തന്നെ മെഡിക്കൽ പ്രൊഫഷണൽസിലേക്കും ഉള്ള ഒരു പ്രവേശനം. ഇപ്പോ ചികിത്സിക്കാനായിട്ട് വരുന്ന ചികിത്സകളൊക്കെ കൃത്യമായിട്ട് പെട്ടെന്ന് തന്നെ രോഗികൾക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ എമർജൻസി കെയർ കൊടുക്കേണ്ട പേഷ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ചില ഡോക്ടേഴ്സ് ഉണ്ട് രോഗികളെ നോക്കിക്കഴിഞ്ഞിട്ട് ഞാൻ വരാം എന്ന് പറയാറുണ്ടോ? ഇല്ല. എന്താണ്? എമർജൻസി ആയിട്ട് ആക്സിഡന്റ് കേസുകളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഇതിനാണ് ട്രീറ്റ്മെന്റുകൾ കൊടുക്കാനായിട്ട് തയ്യാറാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കണം. പിന്നെ എന്താണ്? ആക്സസിബിലിറ്റി ഓഫ് കെയർ. എന്താണ്? പരിചരണത്തിലേക്കുള്ള പ്രവേശനം അല്ലെ. ഇപ്പൊ ടെസ്റ്റുകളിലൂടെ നമ്മളിപ്പോ ഒരു രോഗി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല ടെസ്റ്റുകളും നമ്മൾ നടത്തി, CT സ്കാൻ ആവാം, MRI ആവാം, എക്സ്റേ ആവാം. ഇതെടുത്ത് നോക്കി ഇതിന്റെ റിസൾട്ടുകൾ വന്നതിന് ശേഷം മാത്രമാണ് അതിന് ആപ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഡോക്ടേഴ്സ് കൊടുക്കുന്നത് അല്ലെ. ഇല്ലേ? ചില ഡോക്ടേഴ്സ് ഉണ്ട് ഇനി മരുന്ന് കഴിച്ചിട്ട് വരുമോ, അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഈ മരുന്ന് കഴിച്ചിട്ട് വരും എന്നൊക്കെ പറഞ്ഞ് മരുന്നുകൾ ഇങ്ങനെ കൊടുക്കും അല്ലെ. ഇപ്പൊ രോഗികൾക്ക് വേണ്ടാത്ത അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോ അത്തരത്തിലുള്ള രോഗങ്ങളൊന്നും ഉണ്ടാവില്ല, മരുന്നുകൾ ഇങ്ങനെ കൊടുത്ത് പോവാറുണ്ട്. അപ്പൊ അങ്ങനെയൊന്നുമല്ല. എങ്ങനെയാണ് കെയർ കൊടുക്കേണ്ടത്? ഇപ്പൊ എന്താണോ രോഗം എന്നുള്ളത്, ചിലപ്പോ ഒരാഴ്ചക്ക് ഇപ്പൊ പനിയാണെങ്കിൽ വിട്ടുമാറാത്ത പനി ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ അത് ടെസ്റ്റ് ചെയ്തേ പോവുള്ളൂ അല്ലെ. അല്ലെങ്കിൽ ഇപ്പൊ തലവേദന, എന്താണ്? MRI എടുത്ത് നോക്കാം.
MRI എടുത്തിട്ട് അതിന്റെ റിസൾട്ടിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റുകളാണ് ഡോക്ടേഴ്സ് നൽകേണ്ടത് അല്ലെ. ഓക്കെ, അതാണ് ആക്സസിബിലിറ്റി ഓഫ് കെയറിൽ വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് 6th മെട്രിക്സ് ആയിട്ട് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി എന്താ, patient satisfaction survey can be conducted anytime during an electronic medical record. EMR നമ്മള് ഇതിൽ പഠിച്ചിട്ടുണ്ടാവും, HIS-ലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പഠിച്ചിട്ടുണ്ടോ? EMR, EHR എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? ഓർമ്മയില്ലേ നിങ്ങൾക്ക്? EHR ആൻഡ് പേപ്പർ ബേസ്ഡ് കമ്പാരിസൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നല്ലോ. പഠിച്ച കമ്പാരിസൺ ഒക്കെ ടീച്ചേഴ്സ് എടുത്തിട്ടുണ്ടാവുമല്ലോ, പഠിച്ചിട്ടുണ്ടോ? ഓക്കെ. EHR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് അല്ലെ. അതുപോലെ EMR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന്റെ എക്സ്പാൻഡ് ഫോം ഒക്കെ ചോദിക്കാറുണ്ട്, ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്. ഓക്കെ. It can be completed by way of mobile physical copies of the survey website, POS device. POS device is point of scale. Point of scale. Point of scale. Computers in waiting rooms or any other media. അപ്പൊ എന്താണ് നമുക്ക് ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നമുക്ക് എങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റും? ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് ഉപയോഗിച്ചുകൊണ്ട് ഡാറ്റാസ് നോക്കിയിട്ട് അല്ലെ. അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ്, രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ, മെഡിക്കൽ റെക്കോർഡും ഹെൽത്ത് റെക്കോർഡും. അതിന്റെ ഫുൾ ഫോം പഠിക്കാം, എക്സ്പാൻഡ് ഫോം ചോദിക്കാറുണ്ട്, കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാം. അതുപോലെ സർവേ എങ്ങനെ ചെയ്യാൻ പറ്റും? മൊബൈലുകൾ നമ്മളിപ്പോ പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രിക്കൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പല സർവീസ് ഒക്കെ ചെയ്യാറുണ്ട്. അതെങ്ങനെയാണ്? നമ്മൾ ഈ ഗൂഗിൾ ഫോം ഒക്കെ അയച്ചു കൊടുക്കും ആളുകൾക്ക്, എന്നിട്ട് അവര് അത് ഫില്ല് ചെയ്തിട്ട് നമുക്ക് അയച്ചു തരാറുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് വെബ്സൈറ്റുകൾ വഴി, അതുപോലെ തന്നെ മൊബൈലുകൾ വഴി ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പോയി ചോദിക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ. 6 underlying metrics which patient satisfaction have to be measured on are. വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? ഇനി പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയുടെ ഒരു മോഡൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു മോഡൽ ഉണ്ട്. നിങ്ങൾ എപ്പോഴും ചിന്തിക്കുമല്ലോ, നമ്മുടെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയെ കുറിച്ച് പഠിച്ചിട്ടും എങ്ങനെയാണ് അത് ചെയ്യുന്നത്, എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കാം എന്നുള്ളത്. ഓക്കെ, അപ്പോ അത്തരത്തിലുള്ള ഒരു മോഡലാണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറഞ്ഞിട്ട് അവിടെ മോഡൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കാം. ചെറിയ ക്വസ്റ്റ്യൻസ് ആണ്, മിസ് അതിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്ന് വായിച്ചു നോക്കിയേ.
നമുക്ക് വായിച്ചു നോക്കാം. Patient satisfaction survey. Dear patient, we are interested to know what you think about our surveys. Your performance by completing this brief 5-minute survey in connection with your visit. Thank you for taking time to share your experience with us. Date of your appointment. Please circle your responses. Okay, അപ്പൊ എന്താണ് അതിൽ പറയുന്നത്? ഞങ്ങളുടെ സേവനങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അപ്പോ നിങ്ങളുടെ വിശിഷ്ടമായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടായ ഒരു അനുഭവം അതാണ് ഇതിനകത്ത് രേഖപ്പെടുത്തേണ്ടത്. അപ്പോ അങ്ങനെ അനുഭവം, നിങ്ങളുടെ അനുഭവം ഞങ്ങളുമായിട്ട് പങ്കിടാനായിട്ട് സമയമെടുത്തതിന് നന്ദി എന്ന ഒരു ഇതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ ഡേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സർക്കിൾ ചെയ്യാം. നമ്മള് ഈ എന്താ പറയാ, ചിലവര് ടിക്ക് ചെയ്യാനായിട്ടൊക്കെ പറയുള്ളൂ. സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ, ഡിസാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ടിക്ക് ഇടുക. നമ്മളൊക്കെ ചെയ്യാറുണ്ടല്ലേ, നമുക്ക് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളതാണ്. അപ്പൊ അവിടെ 1, 2 അങ്ങനെ മാർക്കുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഏതാണോ നമ്മൾക്ക് ഓപ്ഷൻ എന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ സർക്കിൾ ചെയ്യാനായിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ചില ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഇനി വെരി സാറ്റിസ്ഫൈഡ് ആണ്, വെരി ഡിസാറ്റിസ്ഫൈഡ് ആണെങ്കിൽ 2 മാർക്ക്, 2 മാർക്കാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ 3 മാർക്ക്, വെരി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ 4, എക്സ്ട്രീംലി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ 5 മാർക്ക്. ഓക്കെ, ക്വസ്റ്റ്യൻസ് നോക്കാം. ഈസ് ഓഫ് മേക്കിംഗ് അപ്പോയിന്റ്മെന്റ്സ് ഫോർ ചെക്കപ്സ്, physical exams, well visitor routine follow up appointment. എന്താണ് ഈ അപ്പോയിന്റ്മെന്റ് ചെയ്യാനായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയോ എന്ന് കേട്ടോ. അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കണം 3 മാർക്ക് അല്ലെ. അവിടെ 3rd മാർക്കിൽ നിങ്ങൾക്ക് ചെയ്യണം സർക്കിൾ. ചെറിയ ക്വസ്റ്റ്യൻസ് ആണ് ഇത്, ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? കംഫർട്ട് ഓഫ് ദി റിസപ്ഷൻ ഏരിയ. റിസപ്ഷൻ ഏരിയയിൽ നിങ്ങൾ കംഫർട്ട് ആയിരുന്നോ എന്നുള്ളത്. നിങ്ങളുടെ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ അവിടെ സർക്കിൾ ചെയ്യണം. ഈസ് ഇൻ കോണ്ടാക്ടിങ് യുവർ ഡോക്ടർ. ഓക്കെ, ഡോക്ടറെ കോണ്ടാക്ട് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ഈസി ആയിരുന്നോ എന്നുള്ളത്. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടോ? ഇനി കംഫർട്ട്, ദ കംഫർട്ട് ഓഫ് ദി എക്സാമിനേഷൻ റൂം അല്ലെ. എക്സാമിനേഷൻ റൂം പരിശോധിക്കുന്ന ആ സ്ഥലത്ത്, ആ റൂമില് ചില പോരായ്മകളൊക്കെ നമ്മൾ പല ചാപ്റ്റേഴ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ എക്സാമിനേഷൻ റൂമില് കംഫർട്ട് ആയിരുന്നോ എന്നുള്ളത്. ഹൗ വാസ് ദ ക്ലീൻലിനെസ് ഓഫ് ദി ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ ക്ലീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നല്ല ക്ലീൻ ആയിരുന്നോ, ക്ലീൻലിനെസ് ആയിരുന്നോ എന്നുള്ളത്. ഇനി എന്താ? വെയിറ്റിംഗ് ടൈം ഇൻ യുവർ ഓഫീസ്. ഓക്കെ, അപ്പൊ വെയിറ്റിംഗ് ടൈമിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പിന്നെ എന്താ? courtesy ഓഫ് ദി സ്റ്റാഫ്. courtesy എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മര്യാദയോട് കൂടിയിട്ട് അങ്ങനെ പെരുമാറിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇനി എന്താ? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ ഓൺ കോസ്റ്റ് ഓഫ് ട്രീറ്റ്മെന്റ്. ഇതാണ് നമുക്ക് പല ട്രീറ്റ്മെന്റ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മള് കോസ്റ്റുകൾ അല്ലെ, പണം, ബില്ലുകളൊക്കെ പേ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. സാധാരണക്കാരന് പറ്റുന്ന രീതിയിലുള്ള അഫോർഡബിൾ ആയിട്ടുള്ള കോസ്റ്റ് ആയിരിക്കണം അതിൽ നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കോസ്റ്റ് എഫക്റ്റീവ് ആയിരുന്നു എന്നുള്ളത്. അപ്പൊ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കോസ്റ്റ് ഓഫ് ട്രീറ്റ്മെന്റിനെ കുറിച്ചുള്ള അഭിപ്രായം. ഓക്കെ, ചിലവിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? How was your diagnostic services? ടെസ്റ്റുകളുടെ സർവീസ് എങ്ങനെയുണ്ട്, എങ്ങനെയായിരുന്നു എന്നതിന്റെ അഭിപ്രായം. ക്വാളിറ്റി ഓഫ് കെയർ യു ഹാവ് റിസീവ്ഡ്. എന്താണ്? ഹോസ്പിറ്റലിൽ തരുന്ന ക്വാളിറ്റി ഓഫ് കെയർ ആണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം. യു all our opinion in our service. അവരുടെ ഹോസ്പിറ്റൽ നൽകുന്ന സർവീസിനെ കുറിച്ചുള്ള ഓവറോൾ ആയിട്ടുള്ള ഒപ്പീനിയൻ എങ്ങനെയാണ് എന്നതിനുള്ള ആൻസർ നമ്മൾ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അത്തരമുള്ള കാര്യങ്ങളാണ് അവിടെ ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയുടെ മോഡലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. നെക്സ്റ്റ്
നെക്സ്റ്റ് നോക്കാം. Patient satisfaction surveys are benefit for patients and the hospital. Patient satisfaction സർവേയുമായിട്ട് ബന്ധപ്പെട്ട ഹോസ്പിറ്റലിനും അതുപോലെ തന്നെ പേഷ്യൻസിനും ലഭിക്കുന്ന ഗുണങ്ങൾ അല്ലെങ്കിൽ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. Patient satisfaction survey are an important way to scale how the patient feel about their experience with the practice. Patient satisfaction survey എന്ന് പറഞ്ഞാൽ പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് അളക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അളവുകോലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. കണ്ടന്റഡ് പേഷ്യൻസ്, ആരാണ് കണ്ടന്റഡ് പേഷ്യൻസ് എന്ന് പറഞ്ഞാല്? ആരെ നമ്മൾ പറയുന്നത്? കണ്ടന്റഡ് എന്താ മീനിങ് വരാം? കണ്ടന്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെരി ഗുഡ്, സാറ്റിസ്ഫൈഡ് അല്ലെ? സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് അല്ലെ? ഓക്കെ, അത്തരത്തിലുള്ള പേഷ്യൻസിനെയാണ് നമ്മളെ കണ്ടന്റഡ് പേഷ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടന്റഡ് പേഷ്യൻസ് are more probably to suggest the hospital to others and they are also less probable to file complaints. ഇനി എന്താണ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ്? നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്, അവിടെ നല്ല സർവീസ് ആണ്, നല്ല ക്വാളിറ്റിയുള്ള കെയർ നൽകുന്നുണ്ട്, ഡോക്ടേഴ്സ് ആണ്, നല്ല സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മറ്റുള്ളവരോട് പറയും അല്ലെ, നല്ല ഹോസ്പിറ്റലാണ് കേട്ടോ, ഹോസ്പിറ്റലിലാണ് പോയത്, നല്ല ക്വാളിറ്റിയുള്ള കെയർ ആണ്, നല്ല ഡോക്ടേഴ്സ് ആണ്, നല്ല രീതിയിലുള്ള കെയർ കിട്ടുന്നുണ്ട്, നല്ല സർവീസ് ആണ്, നല്ല ഫെസിലിറ്റീസ് ഉണ്ട് അവിടെ അല്ലെ. അപ്പൊ ഹോസ്പിറ്റലിനെ കുറിച്ച് മറ്റുള്ളവരോട് നമ്മൾ പറയും ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അപ്പൊ എന്താണ്? നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മറ്റുള്ളവരോട് ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുകയും മറ്റുള്ളവര് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരാനായിട്ട് ഇടവരുന്നുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് മറ്റുള്ളവരുടെ ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുകയും മറ്റു പേഷ്യൻസ് ഹോസ്പിറ്റലിലേക്ക് വരാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. ഇനി അതർവൈസ് ആണെങ്കിലോ, നല്ല രീതിയിലുള്ള സർവീസും കാര്യങ്ങളൊന്നും ഇല്ല, നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കിട്ടുന്നില്ല, നല്ല ഡോക്ടേഴ്സ് ഇല്ല, നല്ല ഫെസിലിറ്റീസ് ഇല്ല, അങ്ങനെയാണെങ്കിലോ നമ്മൾ എന്ത് ചെയ്യും? പല രീതിയിലുള്ള കംപ്ലൈന്റ്സും പേഷ്യൻസ് ഉണ്ടാവും അല്ലെ. Earning and maintaining high patient satisfaction scores benefit the medical organization and the patients in a lot of way. അപ്പൊ എന്താണ്? ഇത്തരത്തില് പല വിധത്തിലുള്ള സർവീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പല വിധത്തിലുള്ള നമ്മള് എന്താണ് ബെനിഫിറ്റുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഓർഗനൈസേഷനെ പറ്റി അറിയാനായിട്ട്, അതുപോലെ തന്നെ പല ഫീഡ്ബാക്കുകൾ അറിയാനായിട്ട് ഈ സാറ്റിസ്ഫാക്ഷൻ സർവേയിലൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ പറഞ്ഞു പേഷ്യന്റിനും ഹോസ്പിറ്റലിലും നല്ല രീതിയിലുള്ള ബെനിഫിറ്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ കൊണ്ടുള്ള ബെനിഫിറ്റുകളാണെന്ന് പറയുന്നത്. ഓരോന്നും പോയിന്റ് വൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കിയേ. പേഷ്യന്റ് ലോയൽറ്റി ആൻഡ് റിട്ടൻഷൻ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഫസ്റ്റ് പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാം.
ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് ബെനിഫിറ്റ് നോക്കാം. പേഷ്യന്റ് ലോയൽറ്റി ആൻഡ് റിറ്റൻഷൻ. Patient have more choice in connection with their health care than ever before. Satisfied patients are more probable to be. Hello? Hello, mute ആക്കാട്ടോ. വോയിസ് ക്ലിയർ അല്ലേ? കേൾക്കുന്നുണ്ടോ എല്ലാവർക്കും ഞാൻ പറയുന്നത്? ക്ലിയർ ആണ്. അപ്പോ ചിലപ്പോ എന്തെങ്കിലും നെറ്റിന്റെ പ്രശ്നമായിരിക്കും കേട്ടോ. നെറ്റ് ഉള്ളതൊക്കെ പോയി ഇരിക്കാം. ചിലപ്പോ റേഞ്ച് കട്ടായി പോകുന്നുണ്ടാവും, അതായിരിക്കും. ഓക്കെ, this not only means that they will schedule the necessary checkups, follow-ups and the required appointment, but they are more probable to keep them. Satisfied patients are also brand ambassadors for their hospitals. Underline here, satisfied patients are also brand ambassadors for hospitals. They tell their friends and family about the good experience and the bad ones with their friends and families. എന്താണ് പേഷ്യന്റ് ലോയൽറ്റി? ലോയൽറ്റി എന്ന് പറഞ്ഞാല് വിശ്വസ്തത. റിറ്റൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നിലനിൽക്കുക അല്ലെ? ഓക്കെ, നിലനിൽക്കുക. അപ്പോ ഒരു പേഷ്യന്റിന് എന്താ പറയുന്നത്? അതിനകത്ത് മോർ ചോയ്സുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഏതൊരു ഹോസ്പിറ്റലിൽ ഏതൊരു ഡോക്ടറെ കാണും, നമ്മളായാലും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കാം, നമുക്കായാലും ചോയ്സ് ഉണ്ട് അല്ലെ? അപ്പൊ പിന്നെ ഹോസ്പിറ്റലുകാര് പറയുന്നുണ്ടാവും എന്താണ്, നിങ്ങൾ ഇവിടെ തന്നെ വരണം, ഇവിടെ തന്നെ ചികിത്സിക്കണം എന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ നമ്മളോട്? ഇല്ല. പേഷ്യൻസിനാണ് ചോയ്സ് ഉള്ളത്. അപ്പൊ അവർക്ക് ഏത് ഹോസ്പിറ്റൽ തിരഞ്ഞെടുക്കണമെന്നും എവിടേക്ക് പോകണമെന്നും ഏത് ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റൽ നോക്കണമെന്നും ഏത് ഡോക്ടറെ നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കണമെന്നും ഒക്കെ നമുക്കാണ് ചോയ്സ് ഉള്ളത് അല്ലെ? ഓക്കെ, അതുപോലെ പേഷ്യന്റിന് ഹോസ്പിറ്റലിനോട് ഒരു വിശ്വസ്തത ഉണ്ടായിരിക്കും. നമ്മളായാലും എന്താണ് പോയ ഹോസ്പിറ്റലിൽ തന്നെ പോവുള്ളൂ, അല്ലെങ്കിൽ അവിടേക്ക് പോയാലേ ഇന്ന ഡോക്ടറെ കണ്ടാൽ മാത്രമാണ് നമ്മുടെ അസുഖം കുറയുള്ളൂ എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പൊ പല മുതിർന്ന പ്രായമായവരൊക്കെ എന്താണ് ആ ഡോക്ടറെ കണ്ടാൽ മതി, അല്ലെങ്കിൽ അവിടേക്ക് പോയാൽ മതി എന്നൊക്കെ അവരായാലും പറയാറുണ്ട് അല്ലെ? ഇല്ലേ, ഇന്ന ഹോസ്പിറ്റലിൽ ഇന്ന ഡോക്ടറെ കണ്ടാൽ മതി. നമുക്കായാലും കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുമ്പോഴായാലും അവരെ ചെറുപ്പത്തിലേ കാണിച്ച ഹോസ്പിറ്റലിൽ തന്നെയാണ് നമ്മൾ കാണിക്കുന്നത് അല്ലെ? നമ്മൾക്കായാലും ഒരു ഫീവറോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന ഡോക്ടറെ തന്നെയാണ് നമ്മൾ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ? ഓക്കെ, അപ്പൊ അവിടേക്ക് പോയാൽ മാത്രമാണ് നമുക്ക് അസുഖം മാറുള്ളൂ, അല്ലെങ്കിൽ അസുഖം ഭേദമാകുള്ളൂ എന്നൊക്കെ ഒരു എന്താണ് ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാവും അല്ലെ? ഓക്കെ, അതുപോലെ തന്നെ എന്താണ് നമ്മള് ഫോളോ കാര്യങ്ങൾ എടുക്കാനായിട്ടും ചെക്കപ്സുകൾ നടത്താനായിട്ടൊക്കെ നമുക്ക് എന്താണ് ചോയ്സുകൾ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ അവിടേക്ക് ഏതൊരു ഹോസ്പിറ്റലിൽ നമ്മൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവിടേക്ക് തന്നെയാണ് നമ്മൾ സ്ഥിരമായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു എന്താണ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ്, സംതൃപ്തിയുള്ള പേഷ്യന്റ് ആണെങ്കിൽ ഹോസ്പിറ്റലിന്റെ ബ്രാൻഡ് അംബാസിഡേഴ്സ് ആണെന്ന് പറയാൻ പറ്റും അല്ലെ? അണ്ടർലൈൻ ചെയ്യാൻ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരു എക്സാമ്പിൾ പറയാം, കല്യാൺ സിൽക്സ് എടുക്കാം. കല്യാൺ സിൽക്സിന്റെ ഗ്രാൻഡ് അംബാസിഡർ ആരായിരിക്കും? അറിയില്ല. പരസ്യങ്ങളൊന്നും നിങ്ങൾ കാണാറില്ലേ? അഡ്വർടൈസ്മെന്റ് ഒന്നും? പൃഥ്വിരാജ് ആണല്ലേ? അതുപോലെ തന്നെയാണ് എന്ത്, പൃഥ്വിരാജ് എന്ന് പറയുമ്പോ പരസ്യം വരുമ്പോ തന്നെ നമുക്ക് അറിയാൻ പറ്റും കല്യാൺ സിൽക്സ് ആണ് എന്നുള്ളത് അല്ലെ? ആ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പോകുന്ന ആ പരസ്യം കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റുമല്ലേ കല്യാൺ സിൽക്സിന്റെ അഡ്വർടൈസ്മെന്റ് ആണ് എന്നുള്ളത്. അതുപോലെ തന്നെയാണ് സാറ്റിസ്ഫൈഡ് പേഷ്യന്റ് ആണ് എന്നുണ്ടെങ്കിൽ എന്താണ് ആ ഹോസ്പിറ്റലിലെ ബ്രാൻഡ് അംബാസിഡേഴ്സ് ആയിരിക്കും. കാരണം എന്താണ്, അവർ ഓരോ കാര്യങ്ങളും അവർ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അവരെന്തെങ്കിലും അവർക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആണ്. അവരുടെ ഫാമിലിയെയും അതുപോലെ തന്നെ കസിൻസിനോട് പറയും, റിലേറ്റീവ്സിനോട് പറയും, അതുപോലെ ഫ്രണ്ട്സിനോടൊക്കെ നമ്മൾ പറയും അല്ലെ? ഞാൻ അവിടേക്ക് പോയപ്പോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല ഡോക്ടേഴ്സ് ഉണ്ട് അല്ലെ? ചീഫുള്ള എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് പറയാറുണ്ട് അല്ലെ? അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, പേഷ്യന്റ് ലോയൽറ്റി ആൻഡ് റിറ്റൻഷനിൽ വരുന്നത്.
ഇനി നെക്സ്റ്റ് വായിച്ചു നോക്കാം. ഇൻക്രീസ്ഡ് പ്രോഫിറ്റബിലിറ്റി. വായിച്ചു നോക്കിയേ. ഇൻക്രീസ് പ്രോഫിറ്റബിലിറ്റി. മനസ്സിലായില്ല? ഓക്കെ. അപ്പൊ എന്താണ് ഇൻക്രീസ്ഡ് പ്രോഫിറ്റബിലിറ്റി? നോക്കാം. Contented patients eventually lead to increased profits for hospitals in many ways. First, contented patients show up for their appointment, which means that hospitals do not lose money on dead hours during the day. Second, they also provide grant review and patient satisfaction survey result that lead to new patient acquisition and improve insurance reimbursement. അതായത് നമുക്ക് എങ്ങനെയാണ് ഹോസ്പിറ്റലുകളിൽ പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നത്, കൂട്ടാൻ പറ്റുന്നത് എങ്ങനെയാണ്? രണ്ട് കാര്യങ്ങളാണ് അവർ പറയുന്നത്. ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംതൃപ്തിയുള്ള രോഗികളാണെങ്കിൽ അവരെ കൊണ്ട് നമുക്ക് പല വിധത്തിലുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെയാണ്? സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടെങ്കിൽ എങ്ങനെയാ അവരെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്നത്? എങ്ങനെയായിരിക്കാം? റീസൺ പറയാൻ പറ്റുമോ? പിന്നെ ഹോസ്പിറ്റലിൽ വരും, മറ്റുള്ളവർക്ക് ഇവിടെ എന്താണ് മറ്റുള്ളവർക്ക് റെഫർ ചെയ്ത് കൊടുക്കും അല്ലെ? ആളുകളോട് പറയും നല്ല ഹോസ്പിറ്റലാണ്, നല്ല ഫെസിലിറ്റി ഉണ്ട് അല്ലെ? മറ്റുള്ളവർക്ക് റെഫർ ചെയ്ത് കൊടുക്കും. അങ്ങനെ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. എന്ത് ഉപയോഗിച്ചുകൊണ്ട്? സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരെ യൂസ് ചെയ്തുകൊണ്ട് അല്ലെ? ഇനി രണ്ടാമത് പറയുന്നത് എന്താണ്? റിവ്യൂസ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ നമ്മള് വീട്ടിലൊക്കെ ഫ്രിഡ്ജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നത് ഈ സ്റ്റാർ നോക്കിയിട്ടാണ്. 5 സ്റ്റാർ ഉണ്ടോ അല്ലെ? എത്ര സ്റ്റാർ ഉണ്ട്, സ്റ്റാറുകളുടെ എണ്ണം, ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഹോസ്പിറ്റലിൽ നമ്മൾ റെഫർ ചെയ്യണം. നമുക്ക് അറിയാൻ പറ്റില്ല ഇത് ഹോസ്പിറ്റലിൽ നല്ലത് എന്നുള്ളത്. അപ്പൊ നമുക്ക് ഗൂഗിളിൽ ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ റിവ്യൂ കാണാറുണ്ട് ഇല്ലേ? ഇപ്പൊ വേറെ എക്സാമ്പിൾ പറയാം. നമ്മള് എന്താ ഓൺലൈൻ പർച്ചേസ് നടത്തുമ്പോ എന്താണ് മറ്റുള്ളവർ റിവ്യൂ ഇടും. ഈ പ്രൊഡക്റ്റ് നല്ലതാണ്, എത്ര സ്റ്റാർ ഉണ്ട് നോക്കും അല്ലെ? 4 സ്റ്റാർ 5 സ്റ്റാർ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിക്കും ഇല്ലേ? നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ വാങ്ങിക്കുന്നത് അല്ലെ? അതുപോലെ തന്നെയാണ് നിങ്ങൾ അറിയാൻ പാടില്ലാത്തവർ, ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ നോക്കി സെർച്ച് ചെയ്യാം. നമ്മുടെ ഫെമിലിയർ ആയിട്ടുള്ള, നമ്മുടെ നാട്ടിൽ ഫെമിലിയർ ആയിട്ടുള്ള ഹോസ്പിറ്റലുകളെ കുറിച്ച് ചെക്ക് ചെയ്ത് നോക്കാം. എത്ര സ്റ്റാർ ആണ്, അല്ലെങ്കിൽ ഓരോ ആൾക്കാരും റിവ്യൂ ചെയ്യാറുണ്ട്, റിവ്യൂ ഇടാറുണ്ട്. നല്ല ഡോക്ടേഴ്സ് ഉണ്ടാവും, ഫെസിലിറ്റീസ് എങ്ങനെയാണ്, നല്ല സർവീസ് ആണ് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ട് നമ്മൾ ഹോസ്പിറ്റൽസ് നോക്കാറുണ്ട്. അപ്പൊ അത് വിസിറ്റ് ചെയ്ത് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്താ ഹോസ്പിറ്റലിൽ നമ്മൾ ചെയ്യാറുണ്ട്. അത് നോക്കിയിട്ട് ഹോസ്പിറ്റലിൽ നമ്മൾ എടുക്കാറുണ്ട്. എവിടെ പോകണം, നിങ്ങളുടെ ഒരു ഫിസിഷ്യൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്താണ് കൂടുതൽ ആളുകളും റിവ്യൂ ഒക്കെ കാണുമ്പോൾ നമ്മൾ എന്താണ് അവിടേക്ക് പോകാനായിട്ട് നമ്മൾ ഡിസിഷൻ എടുക്കും അല്ലെ? അപ്പൊ അങ്ങനെ പ്രോഫിറ്റബിലിറ്റി പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട്, പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ.
ഇതൊക്കെ എന്താണ് ഹോസ്പിറ്റലും പേഷ്യൻസിനുള്ള ബെനിഫിറ്റ് ആണ് നമ്മൾ പറഞ്ഞു വരുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് നോക്കാം, എൻഹാൻസ് ദ സ്റ്റാഫ് മൊറൈൽ. വായിച്ചോളിക്കേ. ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാം. എൻഹാൻസ്ഡ് സ്റ്റാഫ് മൊറൈൽ. എന്താണ് സ്റ്റാഫ് മൊറൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മനോവീര്യം അല്ലെ? മനോവീര്യം നോക്കാം. Generating a patient-focused culture does not have to come at the cost of employee satisfaction. In fact, taking steps to involve and motivate the staff in a crucial part of delivering outstanding patient care. Healthcare settings are often high staff environment. Training and strengthening the employees make them able to perform their job to the best of their abilities and make them feel valued and increases staff retention. Experienced staff know how to carry out attentive service, patient-focused service that helps to boost patient satisfaction scores. അതായത് എങ്ങനെയാണ് ഈ ജീവനക്കാരുടെ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ മനോവീര്യം നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റുന്നത്, കൂട്ടാൻ പറ്റുന്നത്? നമുക്കറിയാം എന്താണ്, ഇപ്പൊ ഹോസ്പിറ്റലുകള് രോഗി കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു കൾച്ചറാണോ ഫോളോ ചെയ്യുന്നത് അല്ലെ? ഓക്കെ, അപ്പോ എന്താണ് എപ്പോഴും എന്താണ് രോഗി കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു കൾച്ചറാണ് ഹോസ്പിറ്റലിൽ ജനറേറ്റ് ചെയ്യുന്നത്. പക്ഷേ പേഷ്യന്റിന് മാത്രം അവിടെ പ്രാധാന്യം കൊടുത്താൽ മതിയോ? മതിയോ? പേഷ്യന്റിനെ മാത്രം ഫോക്കസ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ആയാലും നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലായിട്ട് മാറാനായിട്ട് പറ്റുമോ? ഇല്ല. പിന്നെ ആർക്ക് നമുക്ക് അല്ലെങ്കിൽ വേറെ ആർക്കും കൂടി നമ്മള് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ടെന്നാണ് അവര് പറയുന്നത്. ആർക്കായിരിക്കും? എംപ്ലോയീസിന് അല്ലെ? അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന്റെയും കൂടി സാറ്റിസ്ഫാക്ഷനും കൂടി ഉണ്ട് നോക്കിയിട്ട് വേണം നമ്മള് രണ്ടുപേരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കണം ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം അല്ലെ? ഓക്കെ, അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് നല്ല രീതിയിലുള്ള കെയർ കൊടുക്കുക, അതുപോലെ തന്നെ അവരെ മോട്ടിവേറ്റ് ചെയ്യാം. അങ്ങനെ മോട്ടിവേഷൻ അവരുടെ സ്റ്റാഫുകൾക്ക് നല്ല രീതിയിലുള്ള മോട്ടിവേഷനുകൾ കൊടുക്കുക, അവരുടെ ഒപ്പം നിന്നുകൊണ്ട് അവരെ സൂപ്പർവൈസ് ചെയ്യുക, ഗൈഡൻസ് കൊടുക്കുക, വെരി ഗുഡ് വർക്കിംഗ് എൻവയോൺമെന്റ് കൊടുക്കുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
എന്താണ് സ്ട്രെസ് കാര്യങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് പറ്റും. നമുക്കറിയാം ഹോസ്പിറ്റലിൽ നിങ്ങളിപ്പോ ഒരു കോഴ്സ് ഒക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ പല ആളുകളും ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ നമ്മളോട് പറയുന്നത് കേട്ടിട്ടുണ്ടാവും, ജസ്റ്റ് ഒരു ടൈം പോലും നമുക്ക് ഇരിക്കാനായിട്ട് പറ്റില്ല. എപ്പോഴും എന്താണ് പട്ടിപ്പണി എടുക്കണം എന്ന് തന്നെ പറയാറുണ്ട് അല്ലെ, നല്ല പണിയാണ് അല്ലെ. അപ്പം തളർത്താൻ വേണ്ടി പറയുന്നതല്ല കേട്ടോ, ഭയങ്കര എന്താണ് ഹൈ സ്ട്രെസ് ഉള്ള പണികളാണ് ഹോസ്പിറ്റലുകളിൽ ഉള്ളത് എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. പല നഴ്സുമാരായാലും അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളായാലും പറയാറുണ്ട് നമുക്ക് ഒരു ടൈം പോലും ഇരിക്കാനായിട്ട് ടൈം കിട്ടില്ല. എപ്പോഴും ഇങ്ങനെ പേഷ്യൻസും കാര്യങ്ങളൊക്കെ എനിക്ക് വന്നുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജോലികൾ ആണെങ്കിലും ചെയ്യേണ്ടതായിട്ട് വരുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ചെയ്യേണ്ടതായിട്ട് വരും. ഹൈ സ്ട്രെസ് ഉള്ള ഒരു എൻവയോൺമെന്റ് ആണ് ഹോസ്പിറ്റലിന്റെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കും കൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് അവരുടെ ട്രെയിനിങ്ങുകൾ, പ്രാക്ടീസുകൾ, അതൊക്കെ ഗൈഡൻസുകളൊക്കെ കൊടുത്തുകൊണ്ട് നമ്മള് അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കണം. ട്രെയിനിങ് ഒക്കെ കൊടുക്കണം. ഇനി അതുപോലെ തന്നെ അവർക്ക് നല്ല രീതിയിലുള്ള അപ്പൊ ട്രെയിനിങ്ങുകൾ കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് അവരുടെ വർക്കിലും കാര്യങ്ങളിലും നല്ല പ്രാക്ടീസുകളും എക്സ്പീരിയൻസ്ഡ് ആവും അല്ലെ. അവര് നല്ല രീതിയിലുള്ള രോഗീകൃതമായിട്ടുള്ള ഒരു സെന്റർ ആയിട്ട് ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കാനായിട്ട് പറ്റും അല്ലെ. അവർക്ക് അവിടെയുള്ള സ്റ്റാഫിന് നല്ല രീതിയിലുള്ള കെയറും കൊടുത്ത് അവർക്ക് നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്താലേ അവർക്ക് അവിടെ വരുന്ന രോഗികൾക്ക് നല്ല രീതിയിലുള്ള കെയർ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ അല്ലെ. അതും അതിന്റെ ഒരു ഭാഗമാണ് അല്ലെ. അപ്പൊ അവരെയും നമ്മൾ എന്ത് ചെയ്യണം, അവരെ മനസ്സിലാക്കുക, ചെറിയ സ്റ്റാഫുകളെ മനസ്സിലാക്കുക, സ്റ്റാഫുകളുടെ അവസ്ഥകൾ മനസ്സിലാക്കുക, അവരെ മോട്ടിവേറ്റ് ചെയ്യാം, അവർക്ക് വേണ്ട കാര്യങ്ങൾ അല്ലെ. ഇപ്പൊ നോളജ് കുറവുള്ളവരുണ്ടാവാം, സ്കില്ല് കുറവുള്ളവരുണ്ടാവും, അതൊക്കെ നോക്കിയിട്ട് അത് എൻഹാൻസ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങള്, പ്രാക്ടീസുകള്, അതുപോലെയുള്ള വർക്ക് ക്ലാസ്സുകൾ അവരെ ചെയ്യിപ്പിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എക്സ്പീരിയൻസ്ഡ് ആവും. അത് അവിടെ വരുന്ന പേഷ്യൻസിലേക്ക് അത് നമുക്ക് തുടർന്ന് കൊടുക്കാനായിട്ട് അല്ലെ, നല്ല രീതിയിലുള്ള കെയർ കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി experienced staff know how to carry out the attentive service, patient focused service അല്ലെ. അപ്പൊ നല്ല രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ശ്രദ്ധയുള്ള രീതിയിലുള്ള ഒരു രോഗി കെയർ കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയാം, നിപ്പ വന്നപ്പോ ആരും രോഗികളെ നോക്കാനായിട്ടൊന്നും തയ്യാറായില്ല, ഭയങ്കര പേടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോ ഒരു നേഴ്സ് വന്നിട്ട് ഒരു രോഗിയെ ശുശ്രൂഷിച്ചു അല്ലെ. പക്ഷെ ആ നേഴ്സിന് എന്ത് സംഭവിച്ചു ഓർമ്മയുണ്ടോ? ആ നേഴ്സിന്റെ പേര് ലിനി അല്ലെ. ലിനി. ആ നേഴ്സിന് നിപ്പ വന്നു. ആ നേഴ്സ് എന്ത് ചെയ്തു, മരിക്കുകയാണല്ലോ ഉണ്ടായത്. പക്ഷെ എനിക്ക് വരും എന്ന് പേടിച്ച് നിന്നിട്ടുണ്ടെങ്കിലും അത്തരത്തിലുള്ള കെയർ ആരോഗ്യക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അത് അറിഞ്ഞുകൊണ്ട് അറ്റൻറ്റീവായിട്ടുള്ള അല്ലെ, അവരെ സ്വയം മറന്നുകൊണ്ട്, അവരുടെ കുടുംബത്തെ മറന്നുകൊണ്ടാണ് അത്തരത്തിലുള്ള കെയർ രോഗികൾക്ക് കൊടുത്തത്. ആ 2 കുഞ്ഞുങ്ങളെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ഫീലിങ്ങും അതുപോലെ തന്നെ സങ്കടങ്ങളും വരും അല്ലെ. നമുക്ക് ഹസ്ബൻഡും ഉണ്ട്, 2 കുഞ്ഞുങ്ങളും ഉണ്ട് അല്ലെ. അപ്പൊ അവരെ പറ്റില്ല, എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, ഹസ്ബൻഡ് ഉണ്ട് എന്ന് പറഞ്ഞ് മാറി നിന്നേച്ചെങ്കില് അല്ലെ. അപ്പൊ ആ ലിനി എന്ന് പറയുന്ന നേഴ്സ് അറ്റൻറ്റീവായിട്ടുള്ള അല്ലെ, അവരുടെ കുടുംബത്തെ അവരെ മറന്നുള്ള കെയറിംഗ് ആണ്. അത്തരത്തിലുള്ള ഡെഡിക്കേറ്റബിൾ ആയിട്ടുള്ള കെയർ ആണ് ശ്രീ ഗുഡ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ആ നേഴ്സ് അല്ലെ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകം ആദരിക്കേണ്ട ഒരു അല്ലെ. അപ്പൊ ഇന്ന് രാജ്യാന്തര നേഴ്സ് ദിനമാണ്. ഓക്കെ, അതറിയാമോ? ഇല്ല, ന്യൂസ് ഒന്നും കണ്ടില്ലേ? ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഡെഡിക്കേറ്റബിൾ ആയിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നു, നേഴ്സ് ആയിരുന്നു അവര്. അപ്പൊ അവര് നല്ല രീതിയിലുള്ള കെയർ കൊടുത്തത് കൊണ്ട് തന്നെ അവരുടെ ജീവൻ അതിൽ കുലുക്കി പോകും അല്ലെ. ഇപ്പൊ വന്ന് മരിക്കുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള പേഷ്യന്റ് ഫോക്കസ്ഡ് ആയിട്ടുള്ള അറ്റൻറ്റീവ് ആയിട്ടുള്ള കെയർ രോഗികൾക്ക് കൊടുക്കാനായിട്ട് അതുവഴി പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അത്തരത്തില് നേഴ്സിന് നമ്മൾ വളർത്തിക്കൊണ്ടുവരാനായിട്ട് അവരെ ഒപ്പം നിന്നുകൊണ്ട് അവർക്ക് നല്ല രീതിയിലുള്ള കെയർ നമ്മൾ പേഷ്യന്റിന് കൊടുക്കുന്നത് പോലെ തന്നെ സ്റ്റാഫിനെയും നമ്മൾ മാനിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള അവർക്ക് മോട്ടിവേഷൻ കൊടുക്കേണ്ടതുണ്ട് എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, ഹയർ പ്രൊഡക്ടിവിറ്റി ആൾസോ കേട്ടോ.
higher productivity നമുക്ക് നോക്കാം. Investing in training and a software to make better the patient's experience can also increase the staff and provide productivity in the organization. For example, if a hospital executive secure online appointment scheduling and the patient messaging staff may spend as much as 50% less time on the phone with the patients. Constantly, okay. Consequently, staff can perform extra tasks which allow as to run a learner office. Besides, when a hospital listens the patient show and later cancellations, hospitals have a listed time and scheduling and can maximize the patient time and lead to healing. അതായത് ഇവിടെ എങ്ങനെയാണ് ഹയർ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സോഫ്റ്റ്വെയറിന്റെ കാര്യം പറയുന്നുണ്ട് അല്ലെ. എക്സൈസിൽ നമ്മൾ പഠിച്ചിരുന്നു ഇങ്ങനെയുള്ള ഒരു കമ്പ്യൂട്ടർ സംവിധാനം ഉപയോഗിക്കുന്നതിലൂടെ എന്താണ് അപ്പൊ പല പേഷ്യൻസ് ആയിട്ടും നമ്മളായിട്ടും ആലോചിച്ച് നോക്കാം. നമ്മളായാലും ബില്ലിങ് അടയ്ക്കുന്നത് ആയാലും അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യുന്നതായാലും ആരാ ചെയ്യുന്നത്? പേഷ്യൻസിന് ഇഷ്ടപ്രകാരം ഇന്ന വീക്കില് ഇന്ന ഡേയില് ഇന്ന ടൈമില് ഇന്ന ഡോക്ടർ അങ്ങനെ നമുക്ക് ചോയ്സ് ഉണ്ട് അല്ലെ. ഇന്ന ഡോക്ടറെ കാണാനുള്ള ചോയ്സ് ഉണ്ട്. അതൊക്കെ നമ്മുടെ തന്നെയാണ് നമ്മുടെ ഫോണിലൂടെ ചെയ്യുന്നത് അല്ലെ. ഷെഡ്യൂൾ ചെയ്യാനായിട്ടും ബില്ല് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ഇപ്പൊ അപ്പോയിന്റ്മെന്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മള് എന്താണ് ഹോസ്പിറ്റലിൽ നിന്ന് അറിയിക്കുമല്ലോ. റിമൈൻഡേഴ്സ് നമുക്ക് തരാറുണ്ട് ഇല്ലേ. റിമൈൻഡറുകളൊക്കെ നമുക്ക് മെസ്സേജ് വഴി അയക്കാറുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ പല കാര്യങ്ങളും നമ്മൾ തന്നെയാണ് പേഷ്യൻസ് തന്നെയാണ് ചെയ്യുന്നത് കൊണ്ട് തന്നെ 50% മാത്രം സ്റ്റാഫുകൾക്ക് അവരുടെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുള്ളൂ. ബാക്കി പേഷ്യൻസിന്റെ കാര്യങ്ങളൊക്കെ പേഷ്യന്റ് പകുതിയോളം പേഷ്യന്റ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോ എന്താണ് അവരുടെ വർക്ക് കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാൻ ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർ സംവിധാനം ഉപയോഗിക്കുന്നുണ്ട്. പിന്നീടുള്ള ബാക്കിയുള്ള ടൈം എന്ത് ചെയ്യുന്നുണ്ട്? പേഷ്യന്റ് കെയർ കൊടുക്കാനായിട്ട് പേഷ്യന്റിനോട് നിന്നുകൊണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് പേഷ്യന്റ് കെയർ നല്ല ക്വാളിറ്റിയോട് കൊടുക്കാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. അപ്പൊ എന്താണ് പേഷ്യന്റിന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും അല്ലെ. അപ്പോ നഴ്സുമാരായാലും ഡോക്ടേഴ്സ് ആയാലും പകുതി ടൈം അവർക്ക് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. പല രീതിയിലും അത് സാറ്റിസ്ഫാക്ഷൻ അറിയിക്കൂലെ, പല ആളുകളെയും അറിയിക്കും. അതുകൊണ്ട് തന്നെ പലരും നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് വരും. അങ്ങനെ നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. വായിച്ചു നോക്കാം. ഇത്രയും വരെ നമുക്ക് വെച്ച് നിർത്താം. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം, നാളെ എടുക്കാം. നാളെ ഞാനായിരിക്കും കേട്ടോ. നാളെ ജോബ് സാറിന്റെ അവറാണ്. അപ്പൊ ജോബ് സാറ് ലീവ് ആയതുകൊണ്ടല്ല ഞാനായിരിക്കും. നമുക്കിത് കംപ്ലീറ്റ് ആക്കിയിട്ട് ഈ സ്റ്റുഡിയോ ഉള്ളൂ. നാളെ ഇതിപ്പോ കംപ്ലീറ്റ് ആവും. അത് കഴിഞ്ഞ് നമുക്ക് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു. ഡൗട്ടൊന്നും ഇല്ല. ഉത്തരം പറയാം. നിങ്ങൾ കൺസെപ്റ്റ് മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഓക്കെ, വായിച്ചു നോക്കാം. കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, താങ്ക് യു.